ഹായ് ഓൾ. ഇന്ന് നമ്മൾ ലൈവിലെടുത്ത ഒരു ട്രേഡിംഗ് ഒരു ബ്രേക്ക് ഡൗൺ ആണ്. ഇന്ന് നമ്മൾക്ക് 2 ട്രേഡായിരുന്നു ഉണ്ടായിരുന്നത്. അതിലൊന്ന് നമ്മൾ ലൈവായിട്ട് എടുത്തത്, ഒന്ന് ക്ലയൻറ്റ്സ് അക്കൗണ്ട് മോർണിംഗിൽ എടുത്ത ട്രേഡുമാണ്. അപ്പോൾ ഈ പ്ലാൻ ഓൾറെഡി ഇന്നലത്തെ ഡേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ട്രേഡ്സ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിടെ ഇന്നലെ തന്നെ കാര്യം ഇന്നലത്തെ നമ്മുടെ എക്സ്പെക്ടേഷൻ പ്രൈസ് ഇവിടെ വരുമെന്നാണ്. അപ്പോൾ അത് വന്നില്ല. അപ്പോൾ ഇന്ന് അതെന്തായാലും ഓർഡേഴ്സ് അവിടെ എത്തിയേ പറ്റുള്ളൂ. വൺസ് നമുക്ക് ഈ ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്നൊരു ട്രേഡ് എടുത്തത്. ദെൻ നമ്മളെ മെയിൻ ട്രേഡ് ലൈവിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഡേ നമ്മൾ മോർണിംഗ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സെല്ലായിരിക്കും നോക്കുന്നത്. അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനായിരിക്കും നമ്മൾ നോക്കുക. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വൺസ് ഈ ഒരു ഏരിയയൊക്കെ എത്തിയപ്പോൾ നമുക്ക് ഒന്നുകൂടി സ്ട്രോങ് കൺഫർമേഷൻ കിട്ടി. ബട്ട് നമ്മൾ വെയിറ്റ് ചെയ്തത് ഒരു ട്രാപ്പ് മാർക്കറ്റിൽ നടക്കണമായിരുന്നു. അപ്പോൾ മാർക്കറ്റ് അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് റേഞ്ചിലോട്ടൊക്കെ പോയി. ഇവിടുന്ന് ഒരു നല്ലൊരു ബുള്ളിഷ് പ്രഷറും ഒക്കെ കണ്ടു. അപ്പം അവിടെ കുറേ ബയേഴ്സ് ട്രാപ്പ് ആവുന്നതൊക്കെ നമുക്ക് ഈ ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വൺസ് അത് കൺഫേം ആയതിന് ശേഷമാണ് നമ്മൾ ഈ ട്രേഡ് പ്ലേസ് ചെയ്തത്. ഇവിടെ ആയിരുന്നു എൻട്രി. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺസ് ഈ ഏരിയയിൽ, അതായത് ഫസ്റ്റ് പ്രൈസ് ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഏരിയ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുകയുള്ളൂ എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം അവിടെ എത്തി. പ്രൈസ് ഇവിടെ എത്തിയപ്പോഴത്തേക്കുമാണ് നമ്മൾ ട്രേഡ് ഇവിടെ പുഷ് ചെയ്തത്. വൺസ് ഇവിടെ ട്രേഡ് എടുത്തു. ഭയങ്കര വലിയ മൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പതുക്കെ പതുക്കെ ആയിരുന്നു പ്രൈസ് മൂവ് ചെയ്തത്. ഇന്ന് ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അധികം പോയിന്റ്സ് ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ട്രേഡ് പ്ലാൻ തന്നെ പെട്ടെന്ന് ടൈറ്റായിട്ട് നമ്മൾ ട്രയൽ ചെയ്ത് കിട്ടുന്ന പോയിന്റ്സ് കൊണ്ട് ഇറങ്ങുക എന്നുള്ളൊരു പ്ലാനായിരുന്നു. ഈ ഒരു ഏരിയയ്ക്ക് എത്തിയപ്പോഴത്തേക്കും നമുക്ക് വീണ്ടും അവിടെ ഓർഡേഴ്സ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഏരിയയിൽ ഞാൻ ഒരു മെജോറിറ്റി ട്രേഡ്സ് അവിടെ എക്സിറ്റ് ചെയ്തു. എൻ്റെ ഡേ ലോ ആവുമെന്നായിരുന്നു എൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ബാലൻസ് 20% ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. ബട്ട് വീണ്ടും ഈ ഏരിയയിൽ വന്നിട്ട് അവിടെ നമുക്ക് ഓർഡേഴ്സ് അവിടെ വീണ്ടും ബിൽഡ് ചെയ്യുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പോയിന്റിൽ എക്സിറ്റ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ആ ഏരിയ തന്നെ നിന്നു. ഇതാണ് നമ്മൾ ഇന്ന് ലൈവായിട്ട് എടുത്തത്. നമ്മുടെ കൂടെ ലൈവായിട്ട് ചെയ്തവരും ഇന്ന് സെയിം ട്രേഡ് തന്നെയാണ് എടുത്തത്. ഓൾമോസ്റ്റ് നമ്മുടെ കമൻറ്റിൽ എല്ലാവരും ഇന്ന് പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്.